നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 336. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 3-ാം അധ്യായത്തിലെ 23-ാമത്തെ അധ്യായം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. അപ്പോൾ ശ്ലോകം 23. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാൻ അപാവൃത സ്വതേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹൃദോക്ഷജോ മേ മനസാ വിധീയതേ. ഇതാണ് ശ്ലോകം. അപ്പോൾ ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ പരിശുദ്ധമായ സത്വഗുണം വസുദേവ ശബ്ദത്താൽ പറയപ്പെടുന്ന യാതൊന്നു ഹേതുവായിട്ട് അതിൽ പുരുഷൻ മറയ്ക്കപ്പെടാത്തവനായിട്ട്, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മീയ ചൈതന്യം, ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ ഏവോ ജീവ. അപ്പോൾ മറയ്ക്കപ്പെടാത്തവനായിട്ട് പ്രാപിക്കുന്നു. സത്വപ്രധാനമായ അതിൽ ഇന്ദ്രിയജന്യജ്ഞാനത്തിന് വിഷയമാകാതെ, ആ ഒരു വാക്ക് അദോക്ഷജ, അദോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവെന്നർത്ഥം, അദോക്ഷജൻ. അപ്പോൾ ഇന്ദ്രിയജന്യജ്ഞാനത്തിന് വിഷയമാകാതെ വസിക്കുന്ന ജ്യോതിസ്വരൂപനായ, അപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസിക്കുന്ന ജ്യോതിസ്വരൂപനായ. അത് ക്ഷേത്രത്തിലല്ല, അവരവരുടെ ശരീരത്തിലാണ്. അവരവരുടെ ശരീരത്തിലുള്ള ആത്മസ്വരൂപനെ അറിയാതെ കണ്ടിരുന്നാൽ അപകടമായി. ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തിന് ചൈതന്യം കൊടുക്കുന്നത് അവരവരുടെ ചൈതന്യമാണ്. അവരവർക്ക് ചൈതന്യം ഇല്ലെങ്കിൽ, ചൈതന്യത്തിന് നമ്മൾ അറിയണില്ല, എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കുന്നുണ്ട്. ആ ചൈതന്യത്തിൻ്റെ പ്രതിബിംബമാണ് വിഗ്രഹം. അല്ലാതെ അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരാണ്, സ്ത്രീയാണോ പുരുഷനാണോ, അതൊന്നും പ്രശ്നമല്ല. ഇതറിയാതെ കൊണ്ടിരിക്കുന്നതാണ് സനാതന ധർമ്മത്തിൻ്റെ വീക്ക്നെസ്. അപ്പോൾ ഈശ്വരൻ മനസ്സുകൊണ്ട് നമസ്കരിക്കപ്പെടുന്നു. മനസ്സുകൊണ്ട് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. സർവഗുഹയിൽ, എല്ലാ ജീവജാലങ്ങളുടെയും ഗുഹയിൽ, ഗുഹ എന്ന് പറഞ്ഞാൽ മനസ്സ്, എല്ലാം ഈ ചെസ്റ്റിൻ്റെ ഉള്ളിലാണല്ലോ ഈ ഹൃദയം ഇരിക്കണത്. അതിൻ്റെ ആ മിടുപ്പ്, അതിലാണ് ചൈതന്യം. അത് നിന്നാൽ പിന്നെ പമ്പിങ് ഇല്ല. അപ്പോൾ ടിക് 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 ശബ്ദമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു ശാസ്ത്രീയ ഗ്രന്ഥമാണ്. ഇതിനെ അത് അറിയിക്കുന്ന രീതിയിൽ പഠിക്കണം. പിന്നെ ഇല്ലാത്തത് ഉണ്ടാക്കാനല്ല സപ്താഹം. പിന്നെയോ പുനരഭിജനനം ഇല്ലാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പോൾ പറഞ്ഞു, സർവഗുഹയിൽ വസിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു എന്ന് പൂർവശ്ലോകത്തിൽ പറഞ്ഞതിനെ സ്പഷ്ടമാക്കുന്നു. രജോ ഗുണവും തമോ ഗുണവും കലരാതെ ശുദ്ധമായിരിക്കുന്ന സത്വഗുണം യാതൊന്നോ അതിനെ വസുദേവൻ എന്ന ശബ്ദത്താൽ നിർദ്ദേശിച്ചിരിക്കുന്നു. സത്വഗുണപ്രധാനമായിരിക്കുന്ന അന്ധകരണത്തെ വസുദേവനെന്ന് മഹാജനങ്ങൾ പറയുന്നു എന്ന് സാരം. അന്ധകരണം സത്വഗുണപ്രധാനമായിരിക്കണം. രജോ ഗുണപ്രധാനമാണെങ്കിൽ അത് അസുരനായി, തമോ ഗുണപ്രധാനമാണെങ്കിൽ അത് രാക്ഷസനായി. അപ്പോൾ പരിശുദ്ധമായ അന്ധകരണത്തിൽ മായാസംബന്ധമില്ലാതെ ജ്ഞാനാനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ പ്രകാശിക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് വാസുദേവൻ എന്ന് ഭഗവാൻ നാമധേയം നിശ്ചയിച്ചിരിക്കുന്നു. ആ പുരുഷോത്തമൻ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ല. അതാണ് ആ പുരുഷൻ, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ല. അതിനാൽ ഞാൻ നിരന്തരം ഭഗവാനെ വാസുദേവനെ പരിശുദ്ധമായ എൻ്റെ
അന്ധകരണത്തിൽ സുസ്പഷ്ടമായി വിളങ്ങുന്ന ഈശ്വരനെ, ഒരാളുടെ ഉള്ളിൽ ഈശ്വരൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈശ്വരനാണ്. സ്പന്ദനം ഉണ്ടോ? ഈശ്വരനാണ്. സ്പന്ദനം നിന്നോ? ഈശ്വരൻ പടിയിറങ്ങിപ്പോയി. മനസ്സാ നമസ്കരിച്ചും ധ്യാനിച്ചും കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഇതിൽ 2 ശ്ലോകമേ ഉള്ളൂ ഈ 3-ാമത്തെ അധ്യായത്തിൽ, 24ഉം 25ഉം. അത് 2-4 പേര് ശ്ലോകങ്ങളാണ്, വെവ്വേറെയാണ്, ശ്രദ്ധിക്കുക. ഈ ശ്ലോകം 24: തത്തേ നിരീക്ഷ്യോ ന പിതാഭിദേഹ കൃദ്ദക്ഷോ മമദിത്തതനുവ്രതായേ യോ വിശ്വസൃഗ്യജ്ഞഗദംബരോരു മാം അനാഗസം ദുർവചസാഗരോത്തിര. ഇതാണ് ശ്ലോകം. അതുകൊണ്ട് എന്നെ ദേഷിക്കുന്ന ദക്ഷൻ ദേഹത്തെ ഉത്ഭവിച്ച പിതാവാകുന്നു എങ്കിലും ഹേ പ്രേയസി, സതീദേവിയെ അഭിസംബോധന ചെയ്യണം. ഹേ പ്രേയസി, നിന്നാൽ നിരീക്ഷിക്കപ്പെടുവാൻ യോഗ്യനല്ല. നീ പോയി കാണേണ്ട ആവശ്യമില്ല, അതിന് യോഗ്യതയില്ല അദ്ദേഹത്തിന്. യാതൊരുവൻ വിശ്വസൃക്കുകളുടെ യജ്ഞത്തിൽ ഗമിച്ചവനും നിരപരാധിയുമായ എന്നെ ദുർവാക്ക് കൊണ്ട് തിരസ്കരിച്ചു. ദുർവാക്ക് കൊണ്ടോ ദുഷ്പ്രവൃത്തി കൊണ്ടോ തിരസ്കരിച്ച ആളെ പോയി കാണരുത് എന്നാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല. ഓരോ സ്ഥലത്തും ഈ ഉത്തരവാദിത്തം പല രൂപത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഹേ പ്രേയസി, ദക്ഷൻ, ഇനി അതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥ പറഞ്ഞത്. അതുകൊണ്ട് ഹേ പ്രേയസി, ദക്ഷൻ എൻ്റെ ശരീരത്തെ ജനിപ്പിച്ച പിതാവാണെങ്കിലും മരീചി മുതലായ പ്രജാപതികളുടെ സത്രത്തിൽ ഇരുന്നിരുന്ന നിരപരാധിയായ എന്നെ ദുർവാക്ക് കൊണ്ട് അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്തതുകൊണ്ട് നിനക്ക് കാണുവാൻ പോലും യോഗ്യനല്ല, അവൻ്റെ അനുയായികളെയും കാണുവാൻ പാടുള്ളതല്ല. അങ്ങനെ ഇരിക്കെ അവിടെ പോകുവാൻ ഒരുമിച്ച് ചേരുവാനോ ഒരുമിച്ച് ചേരുവാനോ സൽക്കാരാദികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിപ്പാനോ പാടുള്ളതെന്ന് പറയേണ്ടതില്ലല്ലോ. ശരീരത്തെക്കാൾ പ്രധാനം ആത്മാവിനാകയാൽ ആത്മാശ്രനായ എന്നെ ദേഷിച്ചതുകൊണ്ട് അവിടെ പോകുന്നത് അനുചിതമാണ് എന്ന് സിദ്ധാന്തം. അതായത് ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അടുത്ത അവസാനത്തെ ശ്ലോകം ഈ അധ്യായത്തിൽ: യതി വ്രജിഷ്യശ്രുതിഹായ വ്രജിഷ്യസി ഇതിഹായ മദ്വചോ എൻ്റെ വാക്കുകൾ ഭദ്രം ഭവത്യാന തതോ ഭവിഷ്യതി സംഭാവിതസ്യ സ്വജനാൽ പരാഭവോ യഥാ സദ്യോ മരണായ കൽപ്പതേ. എൻ്റെ വാക്കിനെ അതിക്രമിച്ചിട്ട്, എൻ്റെ വാക്ക് ശ്രദ്ധിക്കാണ്ട് പോവുകയാണെങ്കിൽ, നീ പോകുന്നുവെങ്കിൽ ഭവതിക്ക് അതിൽ നിന്ന് മംഗളം ഭവിക്കുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ കണ്ട് പെരുമാറുന്ന സ്ത്രീകൾക്ക് മംഗളം ഭവിക്കില്ല. കാരണം എന്താ? പതി പരമേശ്വരനാണ് എന്നൊരു വേദവാക്യമുണ്ട് അതിൽ. അപ്പോൾ ബഹുമാനിക്കപ്പെട്ടവന് സ്വജനത്തിൽ നിന്ന് അപമാനം എപ്പോൾ ഉണ്ടാകുന്നുവോ പെട്ടെന്നുള്ള മൃതിക്കായ കൊണ്ട് മതിയതാകുന്നു. മരണത്തിന് തുല്യാന്നാണ് പറഞ്ഞത്. വേണ്ടപ്പെട്ടവരെ അവമതിച്ചാൽ അത് മരണത്തിന് സമാനം. അതുകൊണ്ട് അവിടെ പോകരുത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്: യുക്തിക്കും നീതിക്കും വിരോധമാണ് ഗമനമെന്നുപദേശിച്ചതിൽ സർവജ്ഞനായതുകൊണ്ട് ഭാവി ഫലത്തെ സൂചിപ്പിച്ചും കൊണ്ട് പോകരുതെന്ന് നിഷേധിക്കുന്നു. അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ സതീദേവിക്ക് അറിയില്ല, പക്ഷേ പരമേശ്വരനറിയാം. അതുകൊണ്ടാണ് പോകരുതെന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നതിനെ അതിക്രമിച്ച് അവിടെ പോയാൽ, അവിടെ പോവാൻ ഭാവമുണ്ടെങ്കിൽ അതുനിമിത്തം ഭവതിക്ക് മംഗളം സംഭവിക്കുകയില്ലെന്നു മാത്രമല്ല മഹത്തായ ആപത്തിന് കാരണമായും വരും. എന്തുകൊണ്ടെന്നാൽ എപ്പോഴും സൽക്കരിക്കപ്പെട്ടിരുന്ന ഒരുവന് സ്വജനത്തിൽ നിന്ന് നേരിടുന്ന അവമാനം പെട്ടെന്നുള്ള മരണത്തിനുകൂടെ കാരണമായി വരും.
പുത്രിമാരിൽ വെച്ച് ശ്രേഷ്ഠയാണെന്നുള്ള ഭാവത്തോടുകൂടി ഇതുവരെ സൽക്കരിച്ചിരുന്ന പിതാവിൽ നിന്നുണ്ടാകുന്ന തിരസ്കാരം മരണത്തിൽ പര്യവസാനിക്കുവാൻ മതിയായതാണെന്നറിഞ്ഞ് പോകാതിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചു. ഇത് കേൾക്കാണ്ടാണ് പോയത്. അതുകൊണ്ട് സതീദേവിക്ക് സ്വന്തം യോഗാഗ്നിയിലെ ഭസ്മമായി തീരേണ്ടി വന്നു. ഈ കഥ അതിൻ്റെ പരിപാവനമായ എന്താ പറയുക, വേദസമ്മതമായിട്ടുള്ള ഉപദേശങ്ങളെ ഉൾക്കൊള്ളാതെ കണ്ട് അല്ലേ ഇനാക്ട് ചെയ്തത് കൊണ്ടായോ? ദക്ഷയാഗം കഥകളി ഉണ്ട്, കേമന്മാരാണ് അഭിനയിക്കുന്നവരെ, വാദ്യഘോഷം പാട്ടൊക്കെ നന്ന്. പക്ഷേ ആ ഭാവം വ്യക്തികളിൽ ഉണ്ടായാൽ മാത്രമേ ഈശ്വരനെ നിന്ദിക്കാതെ കണ്ട് അല്ലെങ്കിൽ വിജ്ഞാനികളെ നിന്ദിക്കാതെ കണ്ടിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് സാധാരണക്കാരന് വേണം. അത്രയേ ഉള്ളൂ. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ധർമ്മപ്രകരണേ അനർത്ഥഹേതുദ്ദേശ സ്ഥിരീകരണ നിരൂപണം നാമ തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉടനെ നമ്മൾക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 4-ാം അധ്യായം. മൈത്രേയ ഉവാച. ശ്ലോകം 1. ഏതാവതു ത്വാ വിരരാമശങ്കര പത്ന്യാംഗനാശം ഹ്യുഭയത്ര ചിന്തയൻ സുഹൃദൃദൃക്ഷൂ പരിശങ്കിത ഭാവനിഷ്ക്രാമതീ നിർവിശദീ ദ്യുദാസസാ. അതായത് ഇത്രമാത്രം പറഞ്ഞിട്ട് ശിവൻ രണ്ടു ദിക്കിലും ഭാര്യ ശരീരനാശത്തെ ചിന്തിക്കുന്നവനായിട്ട് വിരമിച്ചു. ഇനി ഏതായാലും ഇവള് നശിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അവൾ സുഹൃത്തുക്കളെ കാണാൻ ആഗ്രഹിക്കുന്നവളായിട്ട് പുറത്തേക്ക് പോകുന്നവളും ശിവനിൽ നിന്ന് ഭീതയായിട്ട് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നവളുമായിട്ട് 2 വിധത്തിൽ ഭവിച്ചു എന്ന് പറയണം. അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ? ശ്രീ ശിവൻ ഇത്രമാത്രം പറഞ്ഞ ശേഷം ഒന്നും മിണ്ടാതെ ഉദാസീനനായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിലത്തെ ഉദാസീനതയല്ല, അവിടെ നടക്കണതിന് സാക്ഷിയായിട്ടിരിക്കുക. അദ്ദേഹത്തിന് അതിൽ ദുഃഖമില്ല. കാരണം എന്താ, ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഉദാസീനനായിരുന്നു എന്ന് പറഞ്ഞത്. അഭിമാനാധിക്യം നിമിത്തം സതീദേവിക്ക് എന്താ ഉണ്ടായത്? അഭിമാനം. എൻ്റെ അച്ഛൻ, പക്ഷേ എൻ്റെ അച്ഛൻ കൊള്ളരുതാത്തവനാണെന്ന് ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാത്ത മനസ്സായതുമില്ല. അതുകൊണ്ടാണ് അഭിമാന ആധിക്യം നിമിത്തം പിതൃഗൃഹത്തിലേക്ക് പോകണമെന്നുള്ള ഇച്ഛയെ ബലാത്കാരേണ വിരോധിച്ചാൽ സതിയുടെ ശരീരനാശം ഇവിടെ വെച്ചുണ്ടാവും. അവിടെ വെച്ചുണ്ടാവേണ്ടതിന് പകരം ഇവിടെ വെച്ചുണ്ടായാൽ അത് മോശം, എന്നാൽ അവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്താണെന്നാ പറയുക, വികാരപ്പെടുകയോ അല്ലെങ്കിൽ വിവശനാവുകയോ ചെയ്തിട്ട് ബലമായിട്ട് പറഞ്ഞില്ല, പോണ്ടെന്ന് പറഞ്ഞില്ല. ദക്ഷൻ്റെ സമീപത്ത് ചെന്നാൽ അപ്പോൾ ലഭിക്കുന്ന തിരസ്കാര നിമിത്തം അവിടെയും ശരീരം നശിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഇവിടെ വെച്ചുണ്ടാകുന്ന പക്ഷം പിതൃഭവനത്തിലേക്ക് പുറപ്പെട്ട പുത്രിയെ നിർബന്ധിച്ച് ദേഹനാശത്തിന് ഇടയാക്കി എന്നുള്ള അപകീർത്തി തന്നിൽ വന്നു ചേരും. പിതൃഗൃഹത്തിൽ വെച്ചാകുന്ന പക്ഷം ദക്ഷൻ്റെ അഭിമാന നിവൃത്തിക്ക് കാരണമായി വരുമെന്ന് ഓർത്തതിനാലാണ് ഉദാസീനതയെ അവലംബിച്ചത്. സതീദേവിയാകട്ടെ 2 വിധം ഭാവത്താൽ പീഡിതയായി ഭവിച്ചു. മാതാപിതാക്കന്മാരെയും സുഹൃത്തുക്കളെയും കാണുവാനുള്ള ആഗ്രഹാധിക്യത്താൽ സ്വഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു പോയി. അപ്പോൾ തന്നെ സ്വഭർത്താവായ ഭഗവാന്റെ അനിഷ്ടത്തിൽ നിന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഗൃഹാന്തർഭാഗത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ഇങ്ങനെ 2 വിധം ഭാവത്താൽ 2 വിധം രൂപമുള്ളവളെ പോലെ ഭവിച്ചു. ദ്വിവിധം എന്നുള്ള ഭാഗം ബൈസാണ് പറഞ്ഞ വിഷയം. ഇനി 2ാമത്തെ ശ്ലോകം. സുഹൃദൃക്ഷാ പ്രതിഘാത ദുർമന സ്നേഹാദ്രുതത്യശ്രുകലാദിവിഹ്വല ഭവം ഭവാന്യ പ്രതിപൂരുഷം രുഷാ
പ്രദക്ഷ്യതീവേക്ഷത ജാതവേ പധൂ. ഇതാണ് ശ്ലോകം. സുഹൃത്തുക്കളുടെ ദർശനേച്ഛയ്ക്ക് വിരോധം നേരിട്ടതിനാൽ വൈമനസ്യത്തോടു കൂടിയവളും സ്നേഹം നിമിത്തം നേത്രജലത്താൽ വ്യാകുലയും കരയുന്നവളുമായിട്ട് ക്രോധത്താൽ ശരീരത്തിൽ കമ്പത്തോടു കൂടിയവളായിട്ട്, അതായത് വർക്കല കമ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീദേവി അസാധാരണ മഹിമയോടുകൂടിയ ശിവനെ ദഹിപ്പിക്കുന്നവളോ എന്ന് തോന്നുമാറ് നോക്കി. അപ്പോൾ അതിൻ്റെ കാഠിന്യം നമ്മൾ ആലോചിച്ച് നോക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ഭവിതവ്യതയുടെ ശക്തി നിമിത്തം പോവാനുള്ള വിചാരത്തിന് തന്നെ പ്രാബല്യം സിദ്ധിച്ചു എന്ന് കാണിക്കുന്നു. ഭവിതവ്യത ഏതാണ്? ഭാവം, മനസ്സ്, അതാണ് നടക്കുക. സുഹൃത്തുക്കളെ കാണാനുള്ള ആഗ്രഹത്തിന് തടസ്സം നേരിട്ടതിനാൽ, അതാണ് മറ്റുള്ളവരെ കാണണം, സഹോദരിമാരെ കാണണം, അമ്മയെ കാണണം, സമ്മാനം കിട്ടണം എന്നൊക്കെയുള്ള ആവശ്യമാണ്. മനസ്സിന് സ്വാസ്ഥ്യമില്ലാതെയായി. ഇത് നമ്മുടെയും കാര്യം ഇതാണ്. അച്ഛന് സുഖമില്ല, മകനെ പൂരം കാണാൻ പോകണമെന്നൊരു വ്യത വന്നാൽ എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സുഖമില്ല, ഭർത്താവിനെ ചീട്ട് കളിക്കാൻ പോകണം, എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഭർത്താവിന് സുഖമില്ല, ഭാര്യയ്ക്ക് ഫാഷൻ ഷോന് പോകണമെന്ന് തോന്നി എന്തുണ്ടാവും? ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എനിക്ക് തരാറുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സ് പറയുന്നതല്ല കേൾക്കേണ്ടത്, മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കണം. ലോകോപകാരമായ കാര്യങ്ങൾ ചെയ്യാവൂ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി. കാരണം ഭഗവാൻ സയൻറ്റിഫിക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞതുകൊണ്ട് വിഗ്രഹത്തിനൊന്നുമില്ല. നേരെ മറിച്ച് ഒരു വിജ്ഞാനിയുടെ മുമ്പിൽ പോയി നിങ്ങളുടെ മാനസികാവസ്ഥ പറഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ദുഃഖം സർവ്വസാധാരണമാണ്. ശ്രീരാമന് ദുഃഖമുണ്ടായിട്ടുണ്ട്, ശ്രീകൃഷ്ണന് ദുഃഖമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ദുഃഖമുണ്ടായത് മാറണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെന്ത് ചെയ്യണം? അവരെ ആശ്രയിക്കണം. അവരെങ്ങനെ ആശ്രയിക്കുക? കയ്യിലൊന്നുമില്ല, വേണ്ട, നാവുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു 10 പ്രാവശ്യം ജപിച്ചു നോക്കൂ, ടെൻഷൻ തന്നെ പോവും. പിന്നെ വിവേകാനന്ദ സർവജ്ഞം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2 വോളിയം 1 വോളിയം 2 അതിലൊരു കഥ പറയുന്നുണ്ട്. ഇദ്ദേഹം അമേരിക്കയിൽ പോയിട്ടൊരു പ്രഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞു, മനഃശക്തി ഉണ്ടെങ്കിൽ ഏത് പ്രതിരോധ ശക്തിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിൽ ആകൃഷ്ടയായിട്ട് ഒരു വള്ളക്കാരി എന്ന് പറയാം, തൻ്റെ ബാൽക്കണിയിൽ നിന്ന് നല്ല ഒരു പർവ്വതനിരയെ കാണണം സാധ്യതയുണ്ട്. പക്ഷെ ഒരു മരം അവിടെ വിലങ്ങുതേടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏകാഗ്രത കൊണ്ട് ആ മരം നീങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇവർ തപസ് ചെയ്യണം, അല്ലെങ്കിൽ ഏകാഗ്രതയോട് കൂടിയിട്ട് 41 ദിവസത്തെ സമയം എന്തോ വയ്ക്കുകയും ചെയ്തു. 41 ദിവസം കഴിഞ്ഞു മരം അതേപോലെ ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടുകാർ ചോദിച്ചു, എന്താ ഇപ്പം 41 ദിവസത്തെ പ്രയത്നം വെറുതെ ആയില്ലേ, മരം പോയിട്ടില്ലല്ലോ? അതെനിക്ക് ആദ്യം തന്നെ അറിയാം, അതാണ് അവരുടെ മറുപടി. അപ്പോൾ ഉദ്ദേശശുദ്ധി ഇല്ലാതെ കണ്ടൊരു കാര്യം ചെയ്താൽ അതിന് ഫലമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആഗ്രഹം ആവശ്യത്തിന് ഉചിതമാണോ അല്ലയോ അത് നോക്കാൻ നമ്മളൊക്കെ ബാധ്യതയുള്ളവരാ. അപ്പോൾ പറഞ്ഞു, സുഹൃത്തുക്കളെ കാണാനുള്ള ആഗ്രഹത്തിന് തടസ്സം നേരിട്ടതിനാൽ മനസ്സിന് സ്വാസ്ഥ്യമില്ലാതെയായി. മാതാപിതാക്കന്മാരിൽ ബലമായി ഉത്ഭവിച്ച സ്നേഹാധിക്യ നിമിത്തം കരഞ്ഞു തുടങ്ങി. കണ്ണീർ ശരീരത്തിലൊഴുകി പരവശയായി തീർന്നു. അതോടുകൂടെ ദേഷ്യവും അധികരിച്ചു. ന്യായ അന്യായ വിചാരശക്തി നശിച്ചു. എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എപ്പോഴാണ് നശിക്കുക?
ക്രോധത്തിന് അടിമപ്പെട്ടാൽ അല്ലേ, അതാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, നീ നിൻ്റെ ഉള്ളിലുള്ള കാമക്രോധമത മത്സര ലോഭ ഭയാദികളാകുന്ന ഷഡ്വൈരികളെ നിഗ്രഹിക്കേ എന്നാണ് പറഞ്ഞത്. അതില്ലാതെ കണ്ട് എൻ്റെ അടുത്ത വീട്ടിലുള്ള ആള് വെയിൽ കെട്ടുമ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുത്തു, അവൻ എൻ്റെ ശത്രുവാണ്, അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാളികേരോടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക, ശരിക്കും അളക്കാൻ പറയുക, കുറ്റിയടിക്കുക, ബദൽ കെട്ടുക, അത്രയും നിവൃത്തിയുള്ളൂ. അപ്പോൾ ന്യായ അന്യായ വിചാരശക്തി നശിച്ചു. സകല കല്യാണ ഗുണസമ്പൂർണനും, ഭഗവാൻ ആരാണ്? സകല കല്യാണ ഗുണസമ്പൂർണനും കരുണാനിധിയും അപ്രതിപുരുഷനുമായ പരമേശ്വരനെ ദഹിപ്പിക്കുന്നവളോ എന്ന് തോന്നുമാറ് ക്രോധത്തിൻ്റെ ബാഹ്യചേഷ്ടകളായ ശരീരകമ്പാദികളോടുകൂടെ സതീദേവി പരമേശ്വരനൊന്ന് നോക്കി നാം. 33-ാമത്തെ ശ്ലോകം. തതോ വിനിശ്വസ്യ സതീ വിഹായതം ശോകേന രോഷേണ ചതൂയദാഹൃതാ പിത്രോരകാൽ സ്ത്രൈണ്യവിമൂഢധീർഗൃഹാൻ പ്രേംണാത്മനോയോ അർദ്ധമതാൽ സദാം പ്രിയാം. ഇതാണ് ശ്ലോകം. അപ്പോൾ പറഞ്ഞു, അനന്തരം ദുഃഖം കൊണ്ടും ദേഷ്യം കൊണ്ടും ദീർഘശ്വാസം വിട്ടിട്ട്, ഈ ദീർഘശ്വാസം മറ്റുള്ളവർക്ക് ശാപമായിട്ട് വരും. നേരെ മറിച്ച് സന്തോഷാധിക്യം കൊണ്ട് മനസ്സിലുള്ള പാപമംഗലമായ അവസ്ഥകളെ ദൂരീകരിക്കാൻ സാധിച്ചാൽ ഒരു ദീർഘശ്വാസം ഉണ്ട്, അത് ബ്ലെസ്സിങ് ആയിട്ടും വരും. അതാണ് ദേഷ്യം കൊണ്ടും ദീർഘശ്വാസം വിട്ടിട്ട് ദുഃഖിക്കുന്ന ഹൃദയത്തോടുകൂടെ സ്ത്രീ സ്വഭാവ, അവിടെ പുരുഷ സ്വഭാവം എന്നുള്ളത് എവിടെ ഇല്ല, സ്ത്രീ കാരണം എന്താ, സ്ത്രീയാണ് നാരായ പേര് കുടുംബത്തിൻ്റെ. അപ്പോൾ പറഞ്ഞു, എന്താ ആ വാക്ക് ശരിക്ക് അറിയണമല്ലോ, സ്ത്രീ സ്വഭാവത്താൽ നഷ്ടമായ വിചാരശക്തിയോടുകൂടിയവളായിട്ട് സജ്ജനപ്രിയനായ യാതൊരുവൻ പ്രേമത്താൽ ആത്മാവിൻ്റെ അർത്ഥാംശത്തെ നൽകിയോ അവനെ ഉപേക്ഷിച്ചിട്ട് പിതാക്കന്മാരുടെ ഗൃഹങ്ങളെ പ്രാപിച്ചു. സ്വന്തം ഭർത്താവ് ആരാണ്? സ്വന്തം ആത്മാവിൻ്റെ തുക്കടയാണ്. തുക്കട എന്ന് പറഞ്ഞാൽ കഷ്ണം. ഈ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ചാൽ അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ പങ്കുണ്ട് അത് കൊണ്ടു നടത്താൻ. അല്ലാണ്ട് ഭർത്താവ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഭാര്യ അതിലേറെ ശ്രദ്ധിക്കണം. കാരണം മുള്ള് വാഴയിൽ വീണാലും വാഴ മുള്ളുമ്പിൽ വീണാലും കേടാരുക വാഴയ്ക്ക, മുള്ളിനല്ല. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്. അനന്തരം ഭർത്താവിൻ്റെ ആജ്ഞയെ ഉല്ലംഘിക്കുന്നതിൽ ശോകവും ഗമനത്തെ ഭർത്താവ് വിരോധിക്കുന്നതിനാൽ രോഷവും നിമിത്തം പരിതപിക്കുന്ന ഹൃദയത്തോടുകൂടിയ സതീദേവി ദീർഘനിശ്വാസം ചെയ്തു. പിടിച്ച കാര്യം സാധിക്കണമെന്നുള്ള മൂഢ നിശ്ചയസ്വരൂപമായ സ്ത്രീ സ്വഭാവം നിമിത്തം വിചാരശക്തി നശിച്ചതിനാൽ സജ്ജനങ്ങളിൽ പരമവാത്സല്യത്തോടുകൂടിയ യാതൊരു ദേവൻ തന്നെക്കുറിച്ചുള്ള പ്രേമാതിശയം നിമിത്തം, നേരെ മറിച്ച് ദേഷ്യപ്പെടലല്ലോ ചെയ്തത്, പ്രേമാതിശയം നിമിത്തം അർദ്ധാംശത്തെ തനിക്കായിട്ട് നൽകിയോ ആ പ്രേമസ്വരൂപനെ ഉപേക്ഷിച്ച് മാതാപിതാക്കന്മാരുടെ ഗൃഹങ്ങളിലേക്ക് യാത്ര ചെയ്തു എന്നാണ്. 4-ാമത്തെ ശ്ലോകം. താം അന്വഗച്ഛൻ ദ്രുതവിക്രമാം സതീം ഏകാം ത്രിനേത്രാനുചരാ സഹസ്രശ സംഭാഷതയക്ഷാ മണിമന്മദാദയ പുരോ വൃഷേന്ദ്രാസ്തരസ ആഗതവ്യധാം. അതായത് രണ്ടും കൽപ്പിച്ച് പടിയിറങ്ങി നിൽക്കുന്ന സതീദേവിയുടെ നിൽപ്പ് കണ്ടിട്ട് 1000, അതായത് തൻ്റെ ശിങ്കിടികൾക്ക് നയനസജ്ഞ കൊടുത്തു എന്നാണ്. അല്ലെങ്കിൽ അവർ ചോദിച്ചു നയനസജ്ഞ കൊണ്ട് ഞങ്ങളെ ഒപ്പം പോട്ടെ എന്ന്. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ പോകുന്നത് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിക്കാം നമുക്ക്. അപ്പോൾ അതിൽ ഈ ഇതിൽ വരും, അതിൻ്റെ ശരിക്കുള്ളത് വരും. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ വാക്കാർത്ഥം പറയാം. വേഗത്തിൽ പദചലനത്തോടുകൂടിയും ഏകയായും ഇരിക്കുന്ന ആ സതിയെ പാർഷദന്മാരായ യക്ഷന്മാരോടുകൂടിയവരും
മുൻഭാഗത്തിൽ നന്ദീശ്വരനോട് കൂടിയവരും മനസ്സിൽ ദുഃഖത്തോടു കൂടിയവരുമായ മണിമാൻ മദൻ ആദിയായ ത്രിനേത്രാനുചരന്മാർ ശിവാനുചരന്മാർ അനേകമായിട്ട് പെട്ടെന്ന് അനുഗമിച്ചു. അവർ റെഡി. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം, ശിവാജ്ഞയെ അതിക്രമിച്ചും അതിവേഗത്തിൽ സഞ്ചരിച്ചും കൊണ്ട് ഏകാകിനിയായി പിതൃഗൃഹത്തിലേക്ക് എഴുന്നള്ളുന്ന സ്വാമിനിയെ നന്ദീശ്വരൻ, മണിമാൻ, മദൻ മുതലായ ശിവാനുചരന്മാരിൽ പ്രധാനികളും പാർഷദന്മാരായ യക്ഷന്മാരും അനേകം പേർ അനുഗമിച്ചു. സ്വാമിയുടെ സമ്മതം കൂടാതെ പോകുന്ന സ്വാമിനിക്ക് നേരിടാവുന്ന അനിഷ്ടത്തെ ശങ്കിക്കുന്ന ശിവകിങ്കരന്മാർക്ക് മനസ്സിൽ വളരെ സന്താപമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഷോ വേണ്ടിയിരുന്നില്ല എന്ന്. എന്നാലും സ്വാമിയുടെ ഏകാഗിയായിരിക്കുന്ന സ്വാമിനിയെ അനുഗമിക്കേണ്ടതായ അവരുടെ ധർമ്മത്തെ അവർ ഉപേക്ഷിച്ചില്ല. അതായത് സ്വാമിനി എങ്ങോട്ട് പോകുമ്പോഴും സ്ഥിരം അംഗരക്ഷകന്മാരുണ്ട്. അതിപ്പോൾ ഭർത്താവിനോട് പിണങ്ങിയെന്ന് വിചാരിച്ചിട്ട് സ്വാമിനിയോടുള്ള കൂറ് കളയാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് അവരവരുടെ ധർമ്മം ചെയ്തു. നന്ദീശ്വരൻ ആദ്യമായി പുറപ്പെട്ടതിനാൽ മറ്റുള്ളവർ മടി കൂടാതെ പുറപ്പെട്ടു. സ്വാമിയുടെ സമ്മതം സിദ്ധിപ്പാനായി കാലതാമസം വരുത്തിയില്ല. അതാണ് അവിടെ ദ്രുതവിക്രമാംസതി ഏകാം ത്രിനേത്രാനുചരാ സഹസ്രശ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? 5-ാമത്തെ ശ്ലോകം പറയണു. താം ശാരീരിക അഗന്തുകന്ദർപ്പണാംബുജേതാതപത്രവ്യജനസ്രഗാദിഭി ഗീതായനേ ദുന്ധുഭിഷംഗവേണുഭിർവൃഷേന്ദ്രമാരോപ്യ വിടങ്കിതായയോ. അപ്പോൾ പറയണു, അവളെ ശാരിക എന്ന് പറഞ്ഞ പ്രയോഗത്തിന് കിളി എന്നർത്ഥം. കിളി, പന്ത്, കണ്ണാടി, താമരപ്പൂവ്, വെൺകൊറ്റക്കൊട, ആലവട്ടം, മാല എന്നിവയാലും പാട്ടുപാടുവാനുള്ള ഉപകരണങ്ങളാലും ദുന്ദുഭി, ശംഖം, വേണു എന്ന വാദ്യങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നവരായിട്ട് വൃഷഭശ്രേഷ്ഠൻ്റെ മീതെ കയറ്റിയിട്ട് യാനം ചെയ്തു. ധർമ്മമാകുന്ന നന്ദീശ്വരൻ്റെ മുകളിൽ കയറിയിട്ടെന്നൊക്കെയാണ് പറയുക. ഉടനെ അതിൻ്റെ ഭാവാർത്ഥം, ഉടനെ ദേവിയുടെ എഴുന്നള്ളത്തിന് വേണ്ടുന്ന ഉപകരണങ്ങളെ പാർഷദന്മാർ അതാത് സ്ഥാനത്തിൽ പിടിച്ചു നിന്നു. സംസ്കൃതം, പ്രാകൃതം മുതലായ ഭാഷകളെ ഉച്ചരിക്കുന്ന കിളി മുതലായ പക്ഷികൾ, പന്ത് മുതലായ കളിക്കോപ്പുകൾ, കണ്ണാടി, വൻകൊറ്റക്കുട, ആലവട്ടം, വാടാത്ത പൂക്കൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലകൾ, വെഞ്ചാമരം, വീണ, തമ്പുരു മുതലായ രാജചിഹ്നങ്ങളും, ഇതൊക്കെ പാടാൻ മാത്രമല്ല രാജചിഹ്നങ്ങളാണ്. ഗാനസാധനങ്ങളും ദുന്ദുഭി, ശംഖം മുതലായ വാദ്യവിശേഷങ്ങൾ എന്നിവയാൽ ദേവിയെ മഹാരാജ്ഞിക്ക് വേണ്ടുന്ന ചിഹ്നങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ട് വാഹനമായ വൃഷഭത്തിൽ ഇരുത്തി എഴുന്നള്ളത്തിനെ പരിചാരകന്മാർ ആഘോഷിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു ശ്ലോകം കൂടിയും പറഞ്ഞിട്ട് നിർത്താം. ശ്ലോകം 6. ആ ബ്രഹ്മഘോഷോർജിതയജ്ഞവൈസസം വിപ്രർഷിജുഷ്ടം വിബുധൈശ്ച സർവശാ മൃദാർഭയ കാഞ്ചനദർപ്പചർമ്മഭിർ നിസൃഷ്ടഭാണ്ഡം യജനം സമാവിശത്. ഇതാണ് ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ്? ഉച്ചമായ വേദഘോഷത്താൽ ഊർജിതമായതും. അപ്പം ഈ ഊർജം കിട്ടുന്നത് എവിടുന്നാണ്? വേദഘോഷങ്ങളിൽ നിന്നാണ്. വേദങ്ങളുടെ പ്രസരിപ്പാണ് നമുക്ക് ഊർജമായിട്ട് വരുന്നത്. ഭാഗവതത്തിലുള്ള ശ്ലോകങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? നിർവൃതി കിട്ടുന്നത്. കാരണം എന്താ? അത് വേദവാക്കുകളെ സ്വാംശീകരിച്ചിട്ടുള്ളതാണ്, കാച്ചിക്കുറുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ യാഗത്തിനുള്ള ഹിംസയുടെ സ്ഥാനത്തോടു കൂടിയതും ബ്രാഹ്മണ ഋഷികളാൽ സേവിക്കപ്പെട്ടിരിക്കുന്നതും 4 ഭാഗത്തും ദേവന്മാരോട് കൂടിയതും മണ്ണ്, മരം, ഇരുമ്പ്, സ്വർണം, ദർഭ, തോല എന്നിവയാൽ
ഉണ്ടാക്കപ്പെട്ട പാത്രങ്ങളോടുകൂടിയതും ആയ യജ്ഞസ്ഥാനത്തെ പ്രവേശിച്ചു. അവിടെ എത്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. യജ്ഞശാലയെ വർണ്ണിച്ചുകൊണ്ട് സതീപ്രവേശത്തെ പറയുന്നു. വേദമന്ത്രങ്ങളുടെ ഉച്ചധ്വനിയോടുകൂടിയ ഉച്ചാരണത്താൽ ഊർജിതമായും യാഗത്തിനുള്ള പശുവിനെ ഹിംസിപ്പാനുള്ള പ്രത്യേക സ്ഥാനത്തോടുകൂടിയും ഭൃഗു മുതലായ ബ്രാഹ്മണ ഋഷികളാലും ദേവന്മാരാലും അലങ്കരിക്കപ്പെട്ട സഭയോടുകൂടിയും മണ്ണ്, മരം, ഇരുമ്പ്, സ്വർണം, ദർഭ, തോൽ എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട യാഗത്തിന് ഉപയോഗിക്കാനുള്ള ഓരോ വിധം പാത്രങ്ങളോടുകൂടി ഉയരിക്കുന്ന യജ്ഞസ്ഥാനത്തെ സതീദേവി പ്രവേശിച്ചു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.